പോകുന്നു. അള്ളാഹുവെ, ആരോഗ്യമുള്ള സമയത്ത് ബാങ്കിന്റെ വിളി കേട്ടിട്ട് പോലും പള്ളിയിലേക്ക് കയറി ചെല്ലാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഇതാ 2 മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ ആഘോഷിച്ച ആർഭാടമായി ജീവിച്ച ഈ സുന്ദരമായ ലോകത്തിൽ നിന്നും വിട പറയുകയാണ്. അനന്തമായ വിശാലമായ ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് പോവുകയാണ് എന്ന മനസ്സിന്റെ ചിന്ത കൊണ്ട് ആ മനുഷ്യൻ അതാ കിടക്കയിൽ നിന്ന് വെപ്രാളം കൊള്ളുന്നു. എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഉറങ്ങൂല്ല. കിടന്ന് വിഷമിച്ച് അതാ ദോഹറിന്റെ സമയത്തും ബാങ്ക് കേൾക്കുന്നു, അസറിന്റെ ബാങ്കും കേൾക്കുന്നു, മഗ്രിബിന്റെ ബാങ്കും കേൾക്കുന്നു. അങ്ങനെ എല്ലാ ബാങ്കുകളും കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ചിന്തയിൽ വന്നിട്ടുണ്ട് ബാങ്കിന്റെ സമയം, നിസ്കാര സമയം, ഇഖാമത്തിന്റെ സമയം, എല്ലാം അവന്റെ മനസ്സിലേക്ക് വന്നുപോയി. കാരണം എന്താണ്? മരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി മരണമാണ് മുമ്പിലുള്ളത്, ഉറപ്പായ കാര്യമായത് കൊണ്ട് തന്നെ അവനവന്റെ ജീവിതത്തിന് ഇനി നന്മയിലേക്ക് റൂട്ട് തിരിച്ചുവിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിലെ അവസാനത്തെ വെള്ളി, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ വെള്ളിയാണെന്ന ചിന്തയോടുകൂടി ജുമയ്ക്ക് കടന്നു വരണം. ആ സമയമാകുമ്പോ ഇൻഷാ അല്ലാഹ് എന്റെ അവസാനത്തെ ജുമയല്ലേ, കൂടുതലും എനിക്ക് അതിനെ എന്താക്കണം, ഹൈ ലെവലിൽ മെച്ചപ്പെടുത്തണം. അങ്ങനെ അവനൊന്ന് കൈ കെട്ടുന്ന സമയത്ത് അല്ലാഹുവേ, ഈ ഉയർത്തിയ കയറ്റിയ കരങ്ങൾ അടുത്ത ജുമയ്ക്ക് ഞാൻ ഉണ്ടാവൂല എന്ന ചിന്തയോട് കൈകെട്ടുമ്പോൾ ഈ ലോഹന്റെ ഉള്ളിലേക്ക് ഇഖ്ലാസ് കടന്നു വരും. ഇതിന്റെ ഉള്ളിലേക്ക് ഇഖ്ലാസ് കടന്നു വരും. ഇല്ലേ? ഇഖ്ലാസ് കടന്നു വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അജന്തരമായ തീരുമാനത്തിന്റെ മുമ്പിൽ നമ്മൾ എന്തായാലും